വെച്ചെടുത്ത് കാണൂല. 10 ദിവസം വീട്ടിൽ നിന്ന് മാറുന്ന അപ്പം എല്ലാം അലങ്കോലാക്കും. തറ തുറക്കാൻ പോകുന്നുണ്ട്. ഷർട്ടും കൊണ്ട എന്റെ കൊണ്ട എന്താടാ നീ എന്തിനാണ് ഈ ഡ്രസ്സൊക്കെ വലിച്ച് താഴെട്ടിരിക്കുന്നത്? ഞാൻ ഇതിനകത്തൊരു സാധനം വെച്ചിരുന്നു, അതിപ്പോ കാണാനില്ല. എന്ത് സാധനം? കൂളിംഗ് ഗ്ലാസ്. കൂളിംഗ് ഗ്ലാസ് ഞാൻ കണ്ടില്ല. നീ കാണൂല, നിന്റെ ആവശ്യം കഴിഞ്ഞപ്പോ പിന്നെ ബാക്കിയുള്ള നിനക്ക് വിലയില്ലല്ലോ. ഏടാ ഞാൻ സത്യമായിട്ടും കൂളിംഗ് ഗ്ലാസ് ഒന്നും കണ്ടില്ല. നീ എന്തിനാണ് എന്നോട് ചൂടാണ്? വെറുതെ ശല്യങ്ങൾ മനുഷ്യനെ പ്രാണായാമം ചെയ്യാനും സമ്മതിക്കില്ല. എന്താ ചെയ്യും? ആ സാധനം കിട്ടില്ല, എല്ലാത്തിനും കാണിച്ചിരുന്നുണ്ട്. എടാ അവിനാശേ, ഞങ്ങൾ ആരും എടുത്തിട്ടടാ. നീ അടുക്കളയെന്നല്ല ഇങ്ങോട്ട് വന്നത്? ആ ദോശക്കാന്ന് നോക്കണം. ദേ ചൂട് കൂടിയിട്ടെ അവന്റെ അടിക്ക് പിടിക്കാൻ നോക്കിയോ നീ? അല്ലേ എന്താ ഇവിടെ പ്രശ്നം? എടാ എന്റെ കൂളിംഗ് ഗ്ലാസ് കാണാനില്ല. മീനാക്ഷി എന്നല്ലേ? അതെന്താ അവളുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊടുത്തയച്ചപ്പോ കൂടെ കൊടുത്തയച്ചില്ലേ? ഭാഗ്യം ദോശ തരുന്നില്ല. എന്തായി? നീ എന്തിനാണ് ഇങ്ങനെയാണോ ദേഷ്യപ്പെടുന്നത്? എനിക്ക് അറിഞ്ഞൂടാ, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം പ്രീ ചേച്ചിടത്തൊക്കെ പോയി ചൂടായി. കിടപ്പാടം പോട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, നീ യോഗ ചെയ്യ്. പിന്നെ നിന്റെ ഒരു യോഗ പറഞ്ഞു കൊടുക്കണേ. അവി, നീ എന്റെ കൂടെ പബ്ജി കളിക്കാൻ പോ, നല്ല ആശ്വാസം കിട്ടും. ഒന്ന് എഴുന്നേറ്റ് പോയെ. അവനാശേ, നിനക്കിപ്പോൾ ആവശ്യം ശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലും ഒരു ജോലിയാണ്. എൻ്റെ നല്ലൊരു സജഷൻ ഉണ്ട്. നീ എൻ്റെ കൂടെ വന്നിട്ട് കുറച്ച് ഉള്ളിയുടെ തൊലി പൊളിക്ക്. നല്ലല്ലേ? ചിലപ്പോ ദേഷ്യം വന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം തന്നെ കുത്തിയല്ല. തൊലിയാൻ വിളിച്ചോളാം. നിങ്ങളെന്താ ചെയ്യും? ഞാനില്ല. ഈ ജീവനില്ല. അവി, ജീവിതത്തിൽ ഇങ്ങനെ പല ഉച്ചനീചിത്വങ്ങളും. ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. അയ്യോ അങ്ങോട്ട് വന്നാണ്ടല്ലോ. ടി വി ഓഫ് ചെയ്യണം. എത്ര മധുരം. സംഗീതം സംഗീതം. ഇതെന്താണ്? കീബോർഡാ? ഇതെവിടെ നീട്ടി? ഇത് ഞാൻ മറ്റേ മണ്ണി കുഴിച്ചെടുത്ത്. എടാ എനിക്ക് യോഗ ചെയ്യാൻ പറ്റില്ല. അതിന് നീ ഇത് നിർത്തണം. പറ്റില്ല. ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ കണ്ട നല്ല ആശ്വാസം കിട്ടുന്നുണ്ട്. ഞാൻ കുറെ ദിവസം കൂടിയിട്ടാ യോഗ ചെയ്യണത്. എന്റെ പൊന്നു സാമി, ഞാൻ നിന്നോട് പറഞ്ഞ യോഗ ചെയ്യേണ്ടത് പോയി ചെയ്യണം. ഇതൊക്കെ ശബ്ദം ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. എന്നാ നീ ഒരു പണി, ചെവിട്ടിൽ പഞ്ഞി വെച്ച് യോഗ. പിന്നെ ആൾക്കാർ ചെവിയിൽ പഞ്ഞൂത്തി കയറിയിട്ടല്ലേ യോഗ ചെയ്യണം. എടാ ആവ്യം നിർത്തടാ പ്ലീസ്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഇത് നിർത്താൻ സൗകര്യമില്ല. ഇത് എന്റെ മെഡിറ്റേഷൻ ആണ്. നിന്നോട് ദൈവം ചോദിക്കൂടാ. എന്താ പറഞ്ഞോടെ ഇങ്ങോട്ട് പുള്ളീന? എനിക്ക് കുറച്ച് ഡൗട്ട് വെച്ച് ക്ലിയർ ചെയ്യാനുണ്ട്. അങ്ങോട്ട് പോയിട്ട് എന്തിനാ? സംഗീതം. ഇനിയുണ്ട്, വേറെ സാധനമുണ്ട്. ഇനിയുണ്ടോ? എന്നാ പിന്നെ ഞാനേ പോയിട്ട് പിന്നെ വരാം. അത് ശരിയാവില്ല, നീ എവിടെ ഇരിക്കും? അല്ലടാ, ഇന്ന് അടുക്കളയിൽ വേവിശേഷിയില്ല. പിന്നെ വെറും വയറ്റിൽ മറ്റേ സാധനം മാറിപ്പോവും. അരി വാവാന്നായിപ്പോവും. എന്തെന്നാടത്? ആ റോഡിന്റെ വളവിന്ന് കേൾക്കാലോ നിങ്ങളുടെ കൊച്ചും ബഹളോ. നീ എവിടെ പോയതാ രാവിലെ തന്നെ? എങ്ങോട്ടേ പോകുമെന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? എന്നാ അത്ര കുറച്ച് ഫുഡ് ഉണ്ടാക്കിയാ പോരെ? എന്നിട്ട് ഫുഡ് ബാക്കി വന്നാ? നിനക്ക് എപ്പോഴും വിശക്കുണ്ടോ? അതല്ലടാ, ഫുഡ് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഹലോ, രണ്ടുപേരും എവിടെയോ പോയി രാവിലെ നന്നായിട്ട് പണിയെടുത്ത ലക്ഷണം ഉണ്ടല്ലോ. എങ്ങനെ മനസ്സിലായി? അതിപ്പോ എന്ത് മനസ്സിലാക്കാനായിട്ട്? ആരെങ്കിലും ഫ്രീ ആയിട്ട് ഫുഡ് മേടിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീയൊക്കെ പോവാതിരിക്കില്ലല്ലോ. സ്വാഭാവികം. അത് ഇവള് ഷോപ്പിങ്ങിന് പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ വെറുതെ കൂടെ പോയതേ ഉള്ളൂ. മനസ്സിലായി. എവിടെയോ നല്ല ഓഫറിൽ ഡ്രസ് ഇട്ടുണ്ടെന്ന് അറിഞ്ഞു, അത് നോക്കാൻ പോയതല്ലേ രണ്ടുപേരും? ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? അല്ല, രാവിലെ തന്നെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിക്കാൻ നീ ഒന്നും പുറത്തു പോയില്ലല്ലോ. അടുക്കളയിലേക്ക് ഇച്ചിരി അരി വാങ്ങിക്കാനും ബിവറേജിൽ പോയി ക്യൂ നിൽക്കാനും പാവങ്ങളെ ഞങ്ങൾ തന്നെ അല്ലേ? എടാ, ഇത് ഈ കവറ് കണ്ടിട്ട് ഇവന്മാര് തള്ളണതാ. ഏടാ, അല്ലാണ്ട് എങ്ങനെ അറിയാനാ? ഞാൻ പറയാം, നിങ്ങൾ രാവിലെ മോളിൽ പോയി
ഓഫറുള്ള എല്ലാ കടകളിലും കയറി നല്ലതെല്ലാം നോക്കിയതിന് ശേഷം അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഏതെങ്കിലും ഒരു കൂറ ഡ്രസ്സ് മേടിക്കും അല്ലേ. പിന്നെ ഫ്രീ ആയിട്ട് ഫുഡും മറ്റു സാധനങ്ങളും കിട്ടുന്നതുകൊണ്ട് ഇവളെടുക്കുന്നത് എന്താണെങ്കിലും പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാതെ നല്ലതാണെന്ന് പറഞ്ഞ് നീ ഇവളെ പറ്റിക്കും. കറക്റ്റാണ്. അതെ അതെ അതെ. കഴിഞ്ഞിട്ടില്ല. രാവിലെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടും ഷോപ്പിംഗ് വൈകിയതുകൊണ്ടും നിങ്ങൾ ഒരു ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. പിന്നെ ലക്കി ചിക്കൻ കഴിക്കില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ മട്ടൺ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അതും അവിടെ തീരുന്നില്ല. ഇല്ല, ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ലക്കി ഒരു ഐസ്ക്രീമും കൂടി ഓർഡർ ചെയ്യുന്നു. ഫ്ലേവർ പറയണ്ട. ലക്കി ഓർഡർ ചെയ്തത് സ്ട്രോബെറി, ദിവ്യ ഓർഡർ ചെയ്തത് ഐസ്ക്രീം അല്ല, ഹോട്ട് ചോക്ലേറ്റ്. ആർ യു സർപ്രൈസ്ഡ്? We know you are surprised. സത്യം പറയടാ, നീ എന്റെ ബട്ടൺസിലോ എല്ലായിടത്തും സ്പൈക്കാൻ വെച്ചിട്ടുണ്ടോ? അതെ, ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, തമ്മിൽ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറയാൻ പറ്റുമോ? കൊള്ളാലോ, ഒരു പക്ഷേ പിന്നെ പോലും ഇല്ല. സമാധാനമായിട്ട് യോഗ ചെയ്യാം. സാമേ യോഗ ചെയ്യുവാണോ? അല്ല, മരം വിട്ട് വേണം. നിനക്ക് എന്താടാ? അല്ല, ഞാനിങ്ങനെ ഇതുവഴി പോയപ്പോൾ നിന്നെ കണ്ടപ്പോൾ വന്നതാ. എന്നാ കണ്ടില്ലേ, ഇപ്പോൾ നടന്നോ, ബാക്കി യോഗ ചെയ്യട്ടെ. എടാ, നീ എന്താ ഇവിടെ വന്ന് യോഗ ചെയ്യുന്നേ? ആ വീട്ടിലെടുത്ത് തന്നെ ശല്യം കാരണം അവിടെ നിന്ന് മര്യാദ ചെയ്യാൻ പറ്റില്ല. ഓ, എന്തായാലും നീ ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് കുറച്ച് സംസാരിക്കാം. ബാ, ഓടോ, എനിക്ക് യോഗ ചെയ്യണം. ഇങ്ങോട്ട് പോടാ. അതെ, എടാ, ഞാൻ അന്ന് നിന്നോട് ചോദിച്ച കാര്യം സത്യമാണോ? അല്ല, നീയും ദിവ്യയും തമ്മിൽ നിനക്ക് എന്താടാ? അത് കള. അല്ല, ഈ അവിനാഷും മീനാക്ഷിയും തമ്മിൽ ശരിക്കും എന്തായിരുന്നു പ്രശ്നം? നിനക്ക് അവിടെ നിന്ന് കിട്ടിയൊന്നും പോരെ? ഞാൻ എന്ത് ചെയ്യാനാടാ, എത്ര കൺട്രോൾ ചെയ്തിട്ടും നിങ്ങളുടെ ശരിയാവുന്നില്ല. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ തോന്നും. എനിക്ക് വല്ല പ്രശ്നമുണ്ടോ? ഈ സീരിയൽ സ്ഥിരമായിട്ട് കാണുന്നവരുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ അവർ നമ്മുടെ മനസ്സിലേക്ക് ഇടും. ശരിക്കും ഒന്ന് മനസ്സിരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഉപബോധ മനസ്സ് അതിന് തയ്യാറാവില്ല. അതവിടെ ഇങ്ങനെ കിടക്കും. എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള ഈ പറഞ്ഞ ഡിപ്രഷനും സപ്രഷനും ആങ്സൈറ്റി എല്ലാം കൂടെ അവിടെ കിടന്ന് ഇളകി മറിഞ്ഞ് കയ്യിൽ നിന്ന് പോയി അവസാനം കൊളാവും. എന്ന് വെച്ചാൽ ഭ്രാന്ത് വരെ ഉണ്ടാവാം. മാത്രമല്ല സൂയിസൈഡൽ ടെൻഡൻസി, അൽഷിമേഴ്സ്, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇതിലേതെങ്കിലും ഒന്ന്. കേട്ടിട്ട് ഇപ്പൊ പേടിയാവുന്നു. ഇതിനെന്തെങ്കിലും പോകാൻ വഴിയുണ്ടോ? ഇതിനൊരു സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട്. പറ. Take a deep breath. Hold it. 1, 2, 3, 4, 5. സാവധാനം പുറത്തേക്ക് വിടുക. നമ്മള് നന്നായിട്ട് നാറിയില്ല. എനിക്ക് പിന്നെ അത്രയും കുഴപ്പമില്ല. പക്ഷെ നീ നന്നായിട്ട് നാറിപ്പോയി. ഒന്നുമല്ലെങ്കിലും നിനക്ക് അവരെ എത്ര കാലമായിട്ട് അറിയണതാ? ഇടി ദ്രോഹി, കൂടെ നിന്നിട്ട് കാല് വരാല്ലേ? ഞാൻ അതല്ലടാ ഉദ്ദേശിച്ചേ. നിനക്ക് അവരെ കൂടുതൽ നന്നായിട്ട് അറിയാലോന്നാ ഞാൻ ഉദ്ദേശിച്ചേ. ഞാൻ വല്ലതും പറഞ്ഞിട്ട് തെറ്റിപ്പോയിട്ട് പിന്നെ അതും ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്കറിയാം, എനിക്ക് അവരെ നന്നായിട്ട് അറിയാം. വാ അങ്ങോട്ട്. അല്ല, എത്ര 3 പോടാ. ആ, സത്യമായിട്ടും ഞാൻ പണ്ടേ പറയാറില്ല. എനിക്കും അറിയാം. അതല്ല ആക്കീസല്ല. ആണോ? കൊടുകയെന്നാല് കൺഗ്രാജുലേഷൻ. എനിക്ക് നിങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാന്നാ പറഞ്ഞ. എനിക്കും. ആ, ഞങ്ങൾക്ക് 2 പേർക്കും നിങ്ങളെ 3 പേരെ കുറിച്ച് നന്നായിട്ട് അറിയാം. തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്ന വനിതകൾ. കൂടിപ്പോയ ദിവ്യക്ക് സാമിനെ കുറിച്ച് അത് കുറച്ച് കാര്യങ്ങൾ അറിയാം. അത് മനസ്സിലായി. അത് വേറെ കേസ്. നീ ഞങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മതി. എന്നാ പിടിച്ചോ മിസ്റ്റർ DIG. നിന്റെ ഇഷ്ട ഭക്ഷണം ബിരിയാണി, ഫേവറേറ്റ് കളർ റെഡ്. അവിനാഷ്, അച്ഛന്റെ പേര് അരവിന്ദ്, അമ്മയുടെ പേര് ലക്ഷ്മി. തോൽവികളാണ്. ഫേസ്ബുക്കിൽ നോക്കിയാൽ കിട്ടുന്ന ഡീൽസ് ആയിട്ട് വന്നേക്കാണ്. ശോകം കെ ബാരെ മേ ഹം കുച്ച് നഹീ ബോൽ സക്തേ. ഹലോ, ഇതുവരെ സാമ്പിൾ മേടിക്കട്ടെ, ഇനി വരാണ്ട്. നിങ്ങൾ ഇന്ന് നമ്മള് തറ പറ്റിക്കും. ഗെയിമാണോ? ഗെയിമാണ്. ഹൂ നോസ് ഹൂ ബെറ്റർ. അതാ കൊള്ളാം. പക്ഷെ ഈ കളിയിൽ നീ ഇല്ല. നീ വെറും റെഫറി. അത് അതൊക്കെ വീട്. ബെറ്റ് എന്തെങ്കിലും വേണം. കഴിഞ്ഞ തവണ ചെസ് മത്സരത്തിൽ ജയിച്ചതിന്റെ അഹങ്കാരം.
നിങ്ങൾ ചുമ്മാ ഡയലോഗ് അടിക്കാണ്ട് പെറ്റുമൊക്കെ ആ പറ്റുവയ്ക്കാം ഞങ്ങൾ ഈ ചന്ത തരും. ചോദിക്കുന്ന എന്തും ആണോ ചോദിക്കും ആ sorry, ഉറപ്പ്. മറ്റേ ചോദിക്കണം. ആ ചോദിക്കും. എന്നാ പിന്നെ ഞങ്ങൾക്ക് എന്റെ 10 സെന്റ് സ്ഥലവും കുളവും വേണം. ഓക്കേ ഡി ഞാനവിടെ എഴുതി തരും. പകരം ഞങ്ങൾ ചേച്ചാ നിങ്ങൾ എന്ത് തരും? ആ അവിനാശ് കീബോർഡ് വായന നിർത്തും. ചേച്ചി പാതി മീശയും പാതി താടി മടിക്കും. എന്തിനാ ധൈര്യം ചോർന്നു പോയാ? ഒന്നും ചോദില്ല. അംഗമെങ്കിൽ അംഗം. ഇന്ന് ഇവിടെ ഒരുപാട് തലകൾ ഉരുളും. ഉരുളും നിന്റെ തോല ഉരുളും. അപ്പോ മൊത്തം 4 ചോദ്യം ബോയ്സിനും 4 ചോദ്യം ഗേൾസിനും. ഓക്കെ ഒന്നുകൂടെ പറയാം. ബോയ്സിനെ കുറിച്ച് ഗേൾസിനോട് ചോദിക്കും, ഗേൾസിനെ കുറിച്ച് ബോയ്സിനോട്. ഒന്ന് പെട്ടെന്ന് ചോദിക്കും സമയങ്ങൾ. ആദ്യത്തെ ചോദ്യം. ഡാർട്ട് ഗെയിമിൽ ഞാൻ തോൽപ്പിച്ച ദിവ്യയുടെ ആ പഴയ ഫ്രണ്ടിന്റെ പേര്. ഒട്ടും സെൽഫ് പ്രൊമോഷൻ ഇല്ലാത്ത ചോദ്യം. ചിരിക്കാതെ പറടാ. ഓ നീ ഇല്ലായിരുന്നല്ലേ? ആകാശ് ശരിയല്ലേ? റൈറ്റ് ആൻസർ. ഇത് ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആയി പോയി. അപ്പോ 1 ലവ്. ഓക്കെ അടുത്ത ചോദ്യം. DAGക്ക് ഇഷ്ടമുള്ള പായസം. ചരിത്ര പ്രധാനമായ ചോദ്യം. എനിക്കറിയാം. അയ്യോ നമ്മൾ പറയാൻ പാടില്ല. ഇറ്റ്സ് പാലടാ. അരെ വാ സഹി ജവാബ്. 1 each. അതിന് ഓണ എടുത്തായിരുന്നു. നെക്സ്റ്റ് ദിവ്യയുടെ ബർത്ത്ഡേ. പഴയ ക്ലാസ്മേറ്റോട് ഇരിക്കണം. പറടാ. തോറ്റ് ഫെബ്രുവരി 1996. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഫേസ്ബുക്കിൽ അതൊക്കെ അറിയാൻ മോളെ. നെക്സ്റ്റ് എന്തായാലും എല്ലാരും ഓർത്തു വെച്ചോ. ഗിഫ്റ്റ് തരാൻ മറക്കണ്ട. കിട്ടിയെന്നെ എല്ലായിടത്തും. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മീനാക്ഷിക്ക് മുമ്പ് അവിയുടെ ഗേൾ ഫ്രണ്ടിന്റെ പേരെന്താ? ആ മീനാക്ഷിയെ പരിചയപ്പെടുന്നതിന് അരമണിക്കൂർ മുമ്പ് ബ്രേക്കപ്പ് ആയ പെൺകുട്ടി നീതു. രാത്രി നമുക്ക് അവന്റെ വയറ്റ് തുണി തിരികെട്ടിടിക്കാം. ആദ്യത്തെ തുണി ഞാൻ തിരികും. അടുത്ത ചോദ്യം. ലക്കി വിഷമം വരുമ്പോ പാടുന്ന പാട്ട്. യെസ് റൈറ്റ് ആൻസർ. ഒരു യക്ഷ ലുക്കില്ലേ? താടിയുള്ള നടന്മാരിൽ DAGക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാര്? ഇറ്റ്സ് ടി രാജേന്ദർ. റൈറ്റ് ആൻസർ. ഐ കൻ എക്സ്പ്ലെയിൻ. ഓക്കെ 2 ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത്. 2 ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ദിവ്യക്ക് പേടിയുള്ള ജീവി? സാം. ഒട്ടകം നിന്നെ പിടിച്ച് കടിച്ച? ദുബായിൽ വെച്ച് കടിച്ച? ഒട്ടകം കടിക്കൂടെ? ഒട്ടത്തിന് ഫുഡ് എടുത്ത് കഴിച്ചാണ്. അല്ലാതെ എന്താണ്? ഓക്കെ അപ്പോ ബോയ്സ് 3 ഗേൾസ് 2. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവയ്ക്കുള്ള അന്ധവിശ്വാസം എന്ത്? പോയി ഇവന്റെ അന്ധവിശ്വാസത്തിന് കളക്കുന്ന ആരുടെയും കാണൂല. പോയി തോറ്റ്. ചപ്പാത്തി, ദോശ, ഇഡ്ലി ഇത്തരം ഫുഡുകൾ കഴിക്കുമ്പോൾ അവി 1, 3, 5 എന്ന കണക്ക് പ്രകാരം മാത്രമേ കഴിക്കാറുള്ളൂ. ഈവൻ നമ്പേഴ്സ് കഴിക്കാറില്ല. ചപ്പാത്തി 2 എണ്ണം ഒരിക്കലും കഴിക്കാറില്ല. ഒന്നുകിൽ 1 അല്ലെങ്കിൽ 3. റൈറ്റ് ആൻസർ. ഇറ്റ്സ് എ ടൈ. ഇതിലും അത് ടി രാജേന്ദ്രൻ. അപ്പൊ ഇനി എന്ത് ചെയ്യും? എടാ DG തെണ്ടി, നിനക്കെന്നെ രാത്രി കിടക്കുമ്പോൾ ഇടിക്കണം അല്ലേ? നിന്നെ ഞാൻ എല്ലാത്തിലും GK എഴുതി വെച്ചിട്ടാണ് റോൾ ചെയ്യുന്നത്. നീ ഇതിന് ഉത്തരം പറയാൻ എനിക്കൊന്ന് കാണണം. മോനെ ഗേൾസിനോടൊന്ന് കളിക്കാൻ വരരുത്. ഗേൾസ് പവർ ഒക്കെ വേറെ ലെവലാ, മനസ്സിലായ? ഇതിന്റെ മറുപടി നിന്റെ ടീഷർട്ടിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ എൻ്റെ കയ്യിൽ 4 ചീട്ടുകളുണ്ട്. ഇതിൽ യഥാക്രമം സ്പോർട്സ്, പൊളിറ്റിക്സ്, സിനിമ, ജനറൽ നോളേജ് 4 എഴുതി. ഓക്കെ ഞാൻ ഇത് ഇവിടെ ഇടും. ഇതിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്നതിൽ ഏത് ടോപ്പിക്കാണുള്ളത് ആ ടോപ്പിക്കിനെ കുറിച്ച് എടുക്കുന്ന ആൾ ഓപ്പോസിറ്റ് ടീമിനോട് ഒരു ചോദ്യം ചോദിക്കും. ക്ലിയർ ആണല്ലോ? പിന്നെ അല്ല നമുക്ക് വേണമെങ്കിൽ ജനറൽ നോളജ് ഒഴിവാക്കായിരുന്നല്ലോ അല്ലേ? നിനക്ക് പേടിയാണെങ്കിൽ ഓക്കോർ നടത്തിക്കോ. പേടിയൊന്നുമില്ല. നീ ചീട്ടിട്ടാ സാമേ. ദിവ്യ എടുക്കും. ദൈവത്തിന് പ്രാർത്ഥിച്ചെടുത്താ
എന്ത് സംഭവിച്ചാലും ജനറൽ നോളജ് ആയിരിക്കരുത്. ജനറൽ നോളജ് മാത്രം വേണ്ട, ബാക്കിയൊക്കെയാണ് ജനറൽ നോളജ്. ദൈവം ഇപ്പൊ ഭയങ്കര ഉഴപ്പാണ്. അളികൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ ക്വിസ് മത്സരത്തെ എപ്പോഴും ഫസ്റ്റ് ആണ്. ശത്രുവിന്റെ പരിപ്പ് പറഞ്ഞ ഉള്ള വിറ്റാനുള്ള കറങ്ങണം. ചോദിക്കാൻ പോവാണേ. ഡിജി നിന്റെ തടിമീശ. ചോദ്യം ഇതാണ്. നമ്മളെല്ലാരും പ്രീതി ചേച്ചിയുടെ കഫേയിൽ പോവാറുണ്ട്, കോഫിയും കുടിക്കാറുണ്ട്. കോഫിയുടെ വിലയാണോ? ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും വില കൂടിയ കോഫി ഏതാണ്? കോപ്പി ലുവാക്ക്. കാപ്പിയുടെ പേര് കോപ്പി ലുവാക്ക്. പൂച്ചക്കാട്ട കൊണ്ടുണ്ടാക്കുന്ന കോപ്പി. ചേട്ടാ ക്യാപ്ചിനോ ക്യാപ്പുച്ചിനോ വേണ്ട, എനിക്ക് നല്ലൊരു ഫിൽട്ടർ കോഫി. ഓ ഫിൽറ്റർ കോഫി കുഴിച്ചു ഇവിടെ ഉള്ളൂ, വേണേ കുടിച്ചാൽ മതി. ആ അല്ലെങ്കിൽ ഒരു പുതിയ ഐറ്റം വന്നിട്ടുണ്ട്, മറ്റേ പൂച്ചക്കാട്ടം കളിക്കുന്നതല്ലേ. പൂച്ചക്കാട്ടം നിന്റെ മുതലാളിക്കായിരുന്നു. മുതലാളിനോ പറഞ്ഞോണ്ടല്ലോ. മുതലാളി പറഞ്ഞ് എന്ത് ചെയ്യണം? പൂച്ചക്കാട്ടം മാത്രമാക്കണ്ട, ആ റോട്ടിൽ കൂടെ ഒരു പട്ടി നടപ്പില്ലേ, അതിന്റെയും അപ്പുറം പറമ്പിൽ ഒരു പശു കിടപ്പില്ലേ, അതിന്റെയും പിന്നെ നീ ഇവിടെ ഇരിപ്പില്ലേ, ദേശം നിന്നെയും കൂടെ കളിക്കുള്ളൂ. അയക്കാൻ നല്ല ഇഷ്ടപ്പെടും. എന്താടാ ഇത്, രണ്ടാള് എപ്പ കണ്ടാലും ഈ ഇടി തന്നെ. ചേച്ചി, ഞാൻ ഇവനോട് ഫിൽട്ടർ കോഫി ചോദിച്ചു, ഇല്ലേ ഇല്ലാന്ന് പറഞ്ഞപ്പോ ഇവനോട് പൂച്ചക്കാട്ടം കളിക്കി തരാം. എന്താടാ അതല്ലേ ചേച്ചി ഇന്നലെ പറഞ്ഞില്ലേ, മറ്റേ ലോകത്തിലെ ഏറ്റവും പൈസ കൂടിയ ഒരു പൂച്ചടൊക്കെ ഇട്ടിട്ട്, അത് ഞാൻ തമാശക്ക് പൂച്ചക്കാട്ടം എന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ. അതിനാണ് അങ്ങനെയുണ്ടാ പൂച്ചക്കാഷ്ടം കൊണ്ട് കാഫി. നിങ്ങളെന്താ ആൾക്കാരെ വയറക്കി കൊല്ലാൻ നോക്കണം? എടാ അങ്ങനെ ഒരെണ്ണുണ്ട്, കോപ്പി ലുവാക്ക് എന്ന് പറയും. ഈ ഇന്തോനേഷ്യയില് സിവിക് എന്ന് പറയുന്ന ഒരു പൂച്ചയുണ്ട്, അതിന്റെ കാഷ്ടത്തിൽ നിന്ന് ഇത് ഉണ്ടാക്കണം. ഭയങ്കര വിലയാണ്, അതാണ് ഏറ്റവും വില കൂടിയ കാപ്പിയാണ് ഇപ്പം. പിന്നെ അതിപ്പോ ഇന്ത്യയിൽ ഉണ്ടാക്കി തുടങ്ങിയേക്കണോണ്ട് കുറച്ച് വിലയൊക്കെ കുറവുണ്ട്. കിലോയ്ക്ക് ഒരു 19,000 രൂപയൊക്കെ വരുള്ളൂ. ഇത്രയും പൂച്ചക്കാഷ്ടത്തിന് 50,000 രൂപ? സംശയം മറ്റേ ഗൂഗിളിൽ എടുത്ത് നോക്ക്. നീ പോയി ക്യാപ്ചിനോ ഉണ്ടോ ഗോഗോ? അല്ല എന്റെ അതും തെറ്റുണ്ട്, ഈ മാരി മണ്ടന്മാരുടെ അടുത്ത് ഈ കഥയൊക്കെ പറയാൻ. അല്ലേ ചേച്ചി, അപ്പൊ ഈ പറഞ്ഞ അപ്പീൽ വാക്ക് കേരളത്തില് എവിടെയാണ്? അപ്പി ലുവാക്കല്ലടാ, കോപ്പി ലുവാക്ക്. ആ കോപ്പി. ഞാൻ എന്ത് ചെയ്യാനാ, പെട്ടെന്ന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഓർമ്മ വന്നില്ല. നീ ഇവിടെ ഞങ്ങളോട് കൂടിക്കോട്ടോ, ലിമിറ്റഡ് ഓഫർ. അവേ ഈ പയ്യന്റെ കുറച്ച് ക്യാഷ്, അവനോട് അടുത്തുള്ള ആധാർ എഴുതാറുണ്ട് പോലെ ഒരു 10 cents പ്ലസ് പോണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കാൻ എന്നിട്ട് നോക്ക് മിസ്റ്റർ ഡി ഐ ജി, നമുക്ക് ആ കുളം കിട്ടുമ്പോ തന്നെ ഇല്ലേ അതിന്റെ വരമ്പുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണം. വേറൊന്നല്ല, അത് ചിലപ്പോ ഈ നേരത്തെ ഉടമസ്ഥരൊക്കെ ഇടയ്ക്ക് കയറി വന്ന് അവിടെ അയ്യോ എന്നെ കൂടെ കൊണ്ടുപോകും. നീ ഇതുവരെ പോയില്ലേ? അവനാ ഈ ശല്യത്തെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? നമുക്കൊരു പണിയാം, ഇവനെ കൂടെ കൊണ്ടുപോടാം. ലെറ്റ്സ് ടേക്ക് ഹിം. നമ്മളിവിടെ കുളത്തിൽ കിടന്ന് എൻജോയ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവനെ കരിക്ക് വെട്ടാൻ വിടാം, പായൽ വരാൻ വിടാം, അങ്ങനെയുള്ള കലപരിപാടികൾ. പിന്നെ നമുക്ക് കുറച്ച് ഇറ്റാലിയൻ മാർബിൾസ് കുളത്തിന്റെ സൈഡിൽ ഇങ്ങനെ. ഞാൻ പറഞ്ഞു നിന്നോട് കോളം വെച്ച് കൊളം ലീസിന് വന്നാ മതിയോ? ഏത് ഇപ്പൊ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്ത് കാണിച്ചാണിപ്പോ? ഞാൻ പാവല്ലേ? എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം. ഇവന്റെ കാര്യം എന്താണ്? ഇവന്റെ കാര്യം നീ കുറെ നേരമല്ല നിന്റെ കാര്യം എന്റെ കാര്യം എന്താ നിന്റെ കാര്യം? എടാ എന്റെ ഒരു 5 ലക്ഷം രൂപ കുളത്തിൽ കിടക്കാണ്. അയ്യോ അത് പോയി. വാനിഷിംഗ് ബ്യൂട്ടി കേട്ടില്ല, ഇത് വാനിഷിംഗ് ക്യാഷ്. കുളത്തിൽ പോയി. എന്നിട്ട് ഞങ്ങൾ ആ കുളത്തിൽ പോയിട്ട് കുളം കുളം ലക്കിയുടെ കുളം കിട്ടിയ കുളം ഞങ്ങളുടെ കുളം. അല്ല, അവര് വെറുതെ പറയണം. ഓ കുളം. ഉറങ്ങാം. രാത്രി 10:10 എനിക്ക് ഉറങ്ങണം. ഉറങ്ങണ നീ ഇത് രാവിലത്തെ പോലെ ഇങ്ങനെ ക്ലിഞ്ഞ വിളിച്ചൊന്ന് വായിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇവിടെ ഉറങ്ങും. എന്നാ ഇങ്ങനെ വായിക്കാം.
ആഹാ, അപ്പോൾ നിനക്ക് ശരിക്കും വായിക്കാൻ അറിയായിരുന്നല്ലേ? എന്നിട്ടാണ് രാവിലെ ഇവിടെ കിടന്ന് കണ്ട കോപ്രായൊക്കെ കാണിച്ചത്? കവർ ചെയ്യണോളിയാ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കവർ ചെയ്തോണ്ടിരിക്കണം. മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തയൊക്കെ വരാതിരിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കണം. കുറെ ദേഷ്യപ്പെടണം, പിന്നെ കുറെ ഒച്ച ഉണ്ടാക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്നറിയോ? പഴയ കാര്യങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. ഒന്നാമത്തെ ഇനി വീട് മുഴുവൻ ഒരാളുടെ ഓർമ്മകളാണല്ലോ. എനിക്കിപ്പോൾ എൻ്റെ വർക്കവിടെ പ്രാധാന്യം. അതുകൊണ്ട് വേറൊരു ചിന്ത എടുത്തിപ്പോൾ തലയിൽ വയ്ക്കാനുള്ള പ്ലാനില്ല. അങ്ങനെ പെട്ടെന്ന് ഒരു സോഫ്റ്റ് കണറൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോയി എസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രണതിയുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ അല്ലാതെ അവളുടെ മോഹം കണ്ടറിഞ്ഞൂടെ? പ്രണയം ഇങ്ങനെ തിളച്ചു പൊങ്ങിയേക്കണം. അതേപോലെ ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോഴത്തേക്കും തലേന്ന് പോയാൽ മതിയായിരുന്നു. എനിക്കാണെങ്കിൽ പറയും കൂർക്കം വലിക്കുന്നേട്ടാ തലയ്ക്ക് പ്രാന്ത് കയറും.